ഒരു സെക്കൻഡിലെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് DYSP ശാരികയെ വിളിച്ചിട്ട് പറയുകയാണ്, വെഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ടുള്ള സമ്മാനം ഞാൻ രാഖിയുടെ കാറിൻ്റെ ഡിക്കിയിലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം കാണിക്കുന്നത് രാഖിയും മക്കളും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ്. വഴിക്ക് കുട്ടികൾ പരാതിയൊക്കെ പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി, അച്ഛൻ വന്നിട്ട് പറ്റിച്ചു എന്നൊക്കെ പറയുകയാണ്. അമ്മ പിന്നെ വീണ്ടും വീണ്ടും ഒന്ന് വിളിച്ച് നോക്കും, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, വിളിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. അതിനുശേഷം അവരിങ്ങനെ ഒരുവിധം പരാതിയൊക്കെ പറയുന്നുണ്ട്, അതായത് ഞങ്ങൾക്ക് ടെഡി ബെയറിനെ മേടിച്ചു തന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അത് അച്ഛനും കൂടി ഉള്ളപ്പോൾ മേടിച്ചു തരാമെന്ന് രാഖി സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവർ കാറിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ കുട്ടികളെ കാറിൽ കയറ്റി കഴിഞ്ഞിട്ട് ഡിക്കിയിലേക്ക് വാങ്ങിച്ച സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് രാഖി വരുമ്പോൾ പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഡിക്കി തുറക്കുമ്പോഴേക്കും രാഖി ഞെട്ടിപ്പോവുകയാണ്. രാഖിയൊക്കെ ഞെട്ടി തരിച്ചു പോവുകയാണ്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് രാഖി കാണുന്നത്. അതായത് അയാളെ കൊന്ന് അയാളെ ചാക്കിൽ കെട്ടി അങ്ങനെ തൻ്റെ കാറിൽ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് രാഖി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ്. ഞാൻ ഇനി ഈ അപകടം എങ്ങനെ മറികടക്കും എന്നൊക്കെയാണ് അവിടെ രാഖി ആലോചിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡിക്കി അടച്ചിട്ട് കുറച്ച് നേരം അവിടെ തരിച്ചു നിൽക്കുകയാണ് ആലോചിച്ച്. അപകടം എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാം എന്നൊക്കെ ആലോചിച്ച് രാഖി കുറച്ച് നേരം പുറത്ത് തന്നെ നിൽക്കുകയാണ് കാറിൻ്റെ. അതിനുശേഷം രാഖി വേഗം തന്നെ ഡ്രൈവർ സീറ്റ് തുറന്ന് അവിടെ പോയി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കയറി ഇരുന്നിട്ടും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ വണ്ടി എടുക്കുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും രാഖി പതുക്കെ ചിരിച്ചിട്ട് പിള്ളേരെ സമാധാനിപ്പിച്ച് അങ്ങനെ വണ്ടിയെടുത്ത് പോവുകയാണ്. എന്നിട്ട് നേരെ പോകുന്നത് വലിയേട്ടൻ്റെ അടുത്തേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ വലിയേട്ടൻ ഗീതയടുത്തിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രാഖിയും കാണുമ്പോൾ രാജീവിനും മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു. കുട്ടികൾ അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറയുകയാണ്. കുട്ടികളെ അകത്തേക്ക് വിളിക്കാറുന്നില്ലേന്ന് പറയുകയാണ് ജയേട്ടൻ. അപ്പോൾ അത് വേണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനൊരു അപകടത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിന്നെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, എന്താ പറ്റിയേ, എന്താ മോളെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഈ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ രാജീവൻ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവേട്ടൻ DYSP വിളിച്ചിട്ട് DYSPയുടെ ഓഫീസിൽ പോയിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യം പറയുകയാണ്. ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും അതിപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ചേട്ടൻ ഒന്ന് പോയിട്ട് ആ ഡിക്കി ഒന്ന് തുറന്ന് നോക്കാൻ പറയുമ്പോൾ ഡിക്കിയോ ഒന്നും പറഞ്ഞിട്ട് പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ജയേട്ടനും ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. ചോദിക്കുന്നത്, നീ ആരെയാണ് ഈ തല്ലിക്കൊന്ന് അതിനകത്താക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിനക്ക് ഇതിൽ കൈവതം പറ്റിയതാണോ, നീ വണ്ടി ഓടിച്ചപ്പോൾ വണ്ടി മുട്ടി മരിച്ചതാണോ, നീ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ ചേട്ടാ, അതൊന്നുമല്ല, ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഡിക്കി തുറന്നപ്പോൾ കണ്ടതാണ്, അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഞാനൊന്നും ചെയ്തതല്ല എന്നൊക്കെ പറയുകയാണ്. എന്നെ ഈ സാഹചര്യത്തിൽ നിന്നും രക്ഷിക്കാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഏട്ടൻ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, എനിക്കിത് പറ്റില്ല, ഇത് പട്ടിയോ പൂച്ചയൊന്നുമല്ല, ഒരു മനുഷ്യനാണ്, മനുഷ്യനെ കൊന്നിട്ട് വെച്ചിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റുകൊടുത്തു കഴിഞ്ഞാൽ 10-12 കൊല്ലം ജയിലിൽ പോയി കിടക്കേണ്ട കേസാണ്, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ ചേട്ടനെ വിശ്വസിച്ചാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഈ സമയത്ത് ഇപ്പോൾ എന്ത് തീരുമാനമെടുത്താലും അത് അബദ്ധമായി പോകും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല രാഖി എന്ന് പറഞ്ഞിട്ട് രാഖിയോട് പറയുമ്പോൾ രാഖി ആകെ ഞാൻ ഇങ്ങോട്ട് വന്നത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് രാഖി ഉടനെ തന്നെ ആ വണ്ടി എടുത്തിട്ട് മക്കളെയും കൊണ്ട് പോവുകയാണ്. തിരിച്ച് രാഖിയുടെ വീട്ടിലാണ് എത്തുന്നത്. വീട്ടിലെത്തുന്ന രാഖിയോട് ആരാ ചേച്ചി വന്നിട്ട് എന്താ നീ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താലൂക്ക് ഓഫീസ് വരെ ഒന്ന് പോകാനുണ്ട്, DYSPയുടെ ഓഫീസിൽ രാജീവട്ടൻ പോയിരിക്കുകയാണ്, മക്കളെ ഇവിടെ ആക്കിയിട്ട് പോകാൻ വന്നതെന്നൊക്കെ പറയുകയാണ്. അതിനിടയിൽ നമ്മുടെ ചിന്നു വന്നിട്ട് പല പ്രാവശ്യം പറയുന്നുണ്ട്, ഡിക്കിയിൽ നിന്ന് എനിക്കൊരു സാധനം എടുക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല, ഞാൻ വന്നിട്ട് നീ എടുത്താൽ മതി, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിന്നുവിന് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരാ ചേച്ചി ചോദിക്കുന്നുണ്ട്, നീ ഇതിനെ ഞാൻ കുട്ടികളോട് ദേഷ്യപ്പെടുന്നതൊക്കെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ആ പോക്ക് കാണുമ്പോൾ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് ആരതി ചേച്ചിക്ക് തോന്നുന്നു. അതിനിടയിൽ ഒരു ഒഴിവായ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്നും ഈ ശരീരം മാറ്റാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. ഇപ്പോൾ ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണമല്ലോ, ഒറ്റയ്ക്ക് എനിക്ക് പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആരെ സഹായത്തിന് വിളിക്കും, രാജീവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ജഗന്നാഥനെ വിളിക്കുകയാണ്. ജഗന്നാഥൻ വരാമെന്നും പറയുന്നു. അങ്ങനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.